മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാനായി മനുഷ്യനായി അവതരിക്കുകയും തൻ്റെ കാൽവറി ക്രൂശിലൂടെ പീഡാസഹനങ്ങളാൽ നമ്മെ നിത്യതയ്ക്ക് അവകാശിയാക്കി മാറ്റുകയും ചെയ്ത നമ്മുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവിൻ്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിനം ആശംസിക്കുന്നു. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്ന വിഷയം എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്നുള്ളതാണ്. അതിന് ആധാരമായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിലെ 6-ാമത്തെ വാക്യം, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ച 12 പേരെ വിവിധ ഇടങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. അവരോട് അവരെപ്രകാരം തൻ്റെ ശുശ്രൂഷ നിർവഹിക്കണമെന്ന് കൽപ്പിച്ച് പഠിപ്പിച്ച ശേഷം വിവിധ പട്ടണങ്ങളിലേക്ക് ഉപദേശിപ്പാനും പ്രസംഗിപ്പാനുമായി പറഞ്ഞ് അയക്കുന്നുണ്ട്. അതിനുശേഷമാണ് യോഹന്നാൻ സ്നാപകൻ്റെ ചില ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരിക. യോഹന്നാൻ അയച്ചിട്ടാണ് അവർ വരിക. യോഹന്നാൻ സ്നാപകൻ തടവിൽ ആയിരിക്കുന്ന അവസരം, അവൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ യേശു കർത്താവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ടതിന് ശേഷം തൻ്റെ മനസ്സിൽ ഉണ്ടായ ചില സംശയങ്ങളുടെ ദൂരീകരണത്തിനാണ് തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുക. ഒരു ചോദ്യം യോഹന്നാൻ ശിഷ്യന്മാരുടെ പക്കൽ യേശുവിനോട് ചോദിപ്പാനായി പറഞ്ഞു വിടുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, വരുവാനുള്ളവൻ നീയാണോ, ഞങ്ങൾ മറ്റൊരുവനെ കാത്തിരിക്കണമോ എന്ന ഒരു ചോദ്യം. ഈ ചോദ്യം വളരെ പ്രസക്തമാകുന്നത് ഏതാനും നാൾക്ക് മുമ്പ് യോർദാൻ നദീതീരത്ത് വെച്ച് യേശു കർത്താവിനെ സാക്ഷിച്ച യോഹന്നാൻ സ്നാപകൻ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. ഇവൻ്റെ ചെരുപ്പിൻ്റെ വാർ അഴിപ്പാൻ ഞാൻ യോഗ്യനല്ല, എൻ്റെ പിന്നാലെ വരുന്നവൻ, അവൻ നിങ്ങളെ വെള്ളം കൊണ്ടും അഗ്നി കൊണ്ടും സ്നാനം കഴിപ്പിക്കും. അങ്ങനെയൊക്കെ യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞവനാണ് യോഹന്നാൻ സ്നാപകൻ. അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ വരവിന് പ്രവർത്തനത്തിന് മുന്നോടിയായി ദൈവത്താൽ അയക്കപ്പെട്ട യോഹന്നാൻ സ്നാപകൻ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ പ്രതിസന്ധിയുടെ മുഖത്ത് ആയിരിക്കുമ്പോൾ, ഒരുപക്ഷെ യോഹന്നാൻ സ്നാപകൻ തൻ്റെ മരണം വരെ മുൻപിൽ കാണുന്ന സമയത്താണ് തൻ്റെ ദൗത്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പൂർത്തീകരണത്തെക്കുറിച്ച് സംശയം അവൻ്റെ ഉള്ളിൽ ഉടലെടുക്കുക. യോഹന്നാൻ സ്നാപകന് പൂർണ്ണ ബോധ്യമുണ്ട്, ഇനി അധിക സമയം എൻ്റെ മുൻപിലില്ല, താൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാറായി എന്ന ബോധ്യം ഉണ്ടായപ്പോഴാണ് തന്നെ ദൈവം ഭരമേൽപ്പിച്ച ദൗത്യം അത് നിവൃത്തിയായോ എന്ന ഒരു സംശയം ഉടലെടുക്കുക. അതിലൂടെയാണ് അവൻ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുത്തേക്ക് അയക്കുക. പലപ്പോഴും യേശുവിൻ്റെ ശിഷ്യന്മാരായ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരിലും ഇപ്രകാരമുള്ള സംശയങ്ങൾ ഉടലെടുക്കാറുണ്ട്. അത് കാരണം അവരുടെ ജീവിതത്തിൻ്റെ നിരാശയുടെ അനുഭവങ്ങളിൽ, അവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോൾ അവരിൽ ഉടലെടുക്കുന്നതായ ചില സംശയങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ ക്രിസ്തു അതിന് കൃത്യമായൊരു മറുപടി നൽകി കൊടുക്കുന്നുണ്ട്. അത് യേശുവിൻ്റെ അടുത്തേക്ക് ശിഷ്യന്മാർ ഈ ചോദ്യവുമായി വരുമ്പോൾ യേശു പറയുക മറ്റൊന്നുമല്ല, നിങ്ങൾ ചുറ്റുപാടിലേക്ക് അല്ലെങ്കിൽ യേശു കർത്താവിൻ്റെ ശുശ്രൂഷ എപ്രകാരം ആണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾ നോക്കുക, നിങ്ങൾ മനസ്സിലാക്കുക. അവിടെ യേശു പറയുന്നു, കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധരായിത്തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് യോഹന്നാനെ ചെന്ന് അറിയിപ്പിൻ. അപ്പോൾ
യേശു കർത്താവ് ക്രിസ്തു ആണ് എന്നതിന് ഉറപ്പ് അവിടെ പറയുകയാണ്. അവിടെ പറയുന്നു, ബദ്ധന്മാർക്ക് വിടുതൽ ഉണ്ടാകും എന്ന് തുടങ്ങി യെശയ്യാവ് അരുളി ചെയ്തതായ അനുഗ്രഹീതമായ അനുഭവം ഇവിടെ നിവൃത്തിയാക്കപ്പെടുകയാണ്. ബന്ധനങ്ങൾ അഴിയപ്പെടുകയാണ്. അല്ലെങ്കിൽ പലതുകൊണ്ടും സമൂഹത്തിൽ പലതരത്തിൽ അടിച്ചമർത്തപ്പെട്ടിരുന്ന, സമൂഹത്തിൻ്റെ പല അനുഭവങ്ങളിലൂടെ ജീവിതത്തിൽ വളരെയധികം ദുരിതം അനുഭവിക്കേണ്ടി വന്ന പ്രിയപ്പെട്ടവർ, അനേക ജീവിതങ്ങൾക്ക് വെളിച്ചത്തിൻ്റെ വിടുതലിൻ്റെ അനുഭവം ഉണ്ടാകപ്പെടുന്നുവെന്ന സദ്വർത്തമാനം അത് നിങ്ങൾ തിരിച്ചറിയുമ്പോഴാണ് ദൈവരാജ്യത്തിൻ്റെ അനുഭവം, അല്ലെങ്കിൽ ക്രിസ്തു ലോകത്തിൽ ആയിരിക്കുന്നുവെന്ന ബോധ്യം ജീവിതത്തിലുണ്ടാകാം. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവരാജ്യത്തിൻ്റെ അനുഭവങ്ങളിൽ, അതിൻ്റെ ചുറ്റുപാടുകളിൽ നാം ജീവിക്കുമ്പോൾ നാമും ഈ ദൈവരാജ്യ മൂല്യങ്ങൾ പകർന്നു കൊടുക്കുവാൻ ബാധ്യസ്ഥരാണ് എന്ന് തിരിച്ചറിയേണ്ടതാണ്. നമ്മെ ഈ ലോകത്തിൽ ആക്കി വച്ചിരിക്കാം. ക്രിസ്തു തൻ്റെ ക്രൂശുമരണത്തിലൂടെ ഈ ലോകത്തിൽ ആരംഭിച്ച ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ, ദൈവരാജ്യത്തിൻ്റെ വക്താക്കളായി തീരുവാൻ വേണ്ടിയാണ്. സമൂഹത്തിൽ അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ വിടുതലിൻ്റെ സുവിശേഷം അറിയിക്കുവാൻ വേണ്ടിയാണ്. നമ്മുടെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന എല്ലാത്തരമായ ബന്ധനങ്ങളിൽ നിന്നും അവരെ വീണ്ടെടുക്കേണ്ടത് ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിൻ്റെ അനിവാര്യതയത്രേ. അത് ജീവിതത്തിൽ തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അനുഗ്രഹീതമായ ദൈവരാജ്യ ശുശ്രൂഷയുടെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. യേശു പിന്നീട് യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളും ഏറെ ശ്രദ്ധേയമാണ്. എങ്കിൽ ഇടറിപ്പോകാത്തവൻ എല്ലാം ഭാഗ്യവാൻ എന്ന്. യോഹന്നാൻ ദൈവത്തിൻ്റെ ശുശ്രൂഷ ഏറ്റെടുത്ത് ലോകത്തിലേക്ക് വന്നവനാണ്. യേശു കർത്താവിന് വേണ്ടി പാത നിരത്തുവാൻ, യേശു കർത്താവിന് മുന്നോടിയായി ലോകത്തിലേക്ക് വന്നവനാണ്. എല്ലാവരേക്കാളും ആദ്യം യേശുവിനെ തിരിച്ചറിഞ്ഞ് അവനെ സാക്ഷിച്ചവനാണ്. എന്നാൽ ജീവിതത്തിൻ്റെ നിരാശയിൽ, മരണ നിഴലിൻ താഴ്വരയിൽ കൂടി കടന്നു പോകുമ്പോൾ ക്രിസ്തുവിനെ സംശയിക്കുന്ന അനുഭവത്തിലേക്ക്, ഇത് ക്രിസ്തു തന്നെയാണോ എന്ന് ചോദിക്കുന്ന അനുഭവത്തിലേക്ക് യോഹന്നാൻ എത്തിച്ചേരുകയാണ്. അവിടെയാണ് പറയുക, ക്രിസ്തു വിശ്വാസം, ക്രിസ്തുവിലുള്ള ആശ്രയം അത് ഒരു അനുഭവങ്ങളിലും കുറഞ്ഞു പോകുവാൻ ഇടയാകരുത്. വിശ്വാസം തണുത്തു പോകാതെ അനുഗ്രഹീതമായ വിശ്വാസത്തിൻ്റെ ഉടമകളായി ദൈവസന്നിധിയിൽ ചേർന്നിൽപ്പാൻ നമുക്ക് സാധിക്കുന്നിടത്താണ് യഥാർത്ഥമായ ശിഷ്യരായി തീരുവാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അതുകൊണ്ട് ഒരിക്കലും ക്രിസ്തു വിശ്വാസത്തിൽ നിന്ന് ഇടറിപ്പോകാതെ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം ഇടയാകുന്നിടത്താണ് അനുഗ്രഹീതമായി നമ്മുടെ ജീവിതങ്ങളെയും ക്രമീകരിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരുക. അതുകൊണ്ട് നമ്മുടെ ജീവിത അനുഭവങ്ങളിലും പ്രതിസന്ധികളിലും പ്രയാസങ്ങളും നിരാശകളുമൊക്കെ കടന്നു വരും. അവിടെ ഒരിടത്തും നമ്മുടെ വിശ്വാസത്തിൽ തളർന്നു പോകാതെ ദൈവകൃപയോടെ നിലനിൽപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരണം. അവർക്കാണ് ഭാഗ്യവാന്മാരെന്ന അനുഭവം ലഭിക്കുക എന്ന് ക്രിസ്തു വളരെ കൃത്യമായി നമ്മെ ഓർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് എല്ലാ ജീവിതാനുഭവങ്ങളിലും ഉറച്ചു നിൽപ്പാൻ, ക്രിസ്തുവിനെ ഉയർത്തുവാൻ ഇടയായി തീരട്ടെ. അതിന് ദൈവം തമ്പുരാൻ നമ്മെ ശക്തീകരിക്കുമാറാകട്ടെ. ആമീൻ.